അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ദുആകളാണ്. കുഞ്ഞുങ്ങൾക്കിത് പഠിപ്പിച്ചു കൊടുക്കുക, എല്ലാ സന്ദർഭങ്ങളിലും ഇത് പതിവാക്കുക. ആദ്യം നമുക്ക് ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ പറയേണ്ട ദുആയാണ് നോക്കാൻ പോകുന്നത്. ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുശൂർ. മരണത്തിനു ശേഷം നമ്മെ ജീവിപ്പിച്ച അള്ളാഹുവിന് സ്തുതി, അവനിലേക്കാണ് നമ്മുടെ മടക്കം. അപ്പോൾ ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ ഈ ദുആയാണ് പറയേണ്ടത്. ഇനി നമുക്ക് ബാത്റൂമിൽ പോകുമ്പോൾ പറയേണ്ട ദുആ എന്താണെന്ന് നോക്കാം. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാല് മുന്തിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി എന്ന് പറയണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി. അല്ലാഹുവേ, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും നിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇനി മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധീകരിക്കുമ്പോൾ ചൊല്ലേണ്ട ദുആയാണ് നോക്കുന്നത്. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. അള്ളാഹുവെ, എൻ്റെ ഹൃദയത്തെ കാപട്യത്തെ തൊട്ട് നീ ശുദ്ധിയാക്കുകയും എൻ്റെ ഗുഹ്യസ്ഥാനത്തെ അസന്മാർഗിക പ്രവർത്തനങ്ങളെ തൊട്ട് നീ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. ഇനി നമുക്ക് ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ചൊല്ലേണ്ട ദുആ നോക്കാം. ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ഉപദ്രവകരമായ കാര്യം എന്നെ തൊട്ട് നീക്കി എനിക്ക് സുഖം നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇനി നമുക്ക് പുതുവസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട ദുആ നോക്കാം. അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ. അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ. എൻ്റെ ശക്തിയോ കഴിവോ കൂടാതെ ഇത് എനിക്ക് നൽകുകയും എന്നെ ധരിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇനി നമുക്ക് ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ പറയേണ്ട ദുആ നോക്കാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ത്വആമിന. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ത്വആമിന. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. അടുത്തതായിട്ട് കഴിക്കാനും കുടിക്കാനും തുടങ്ങുന്നതിന് മുമ്പ് പറയേണ്ട ദുആ നോക്കാം. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പറയേണ്ട ദുആ എന്താണ്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഇനി അടുത്തത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ദുആയാണ് നോക്കേണ്ടത്. അൽഹംദുലില്ലാഹില്ലദി അത്അംന വസഖാന വജഅൽന മിനൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹില്ലദി അത്അംന വസഖാന വജഅൽന മിനൽ മുസ്ലിമീൻ. നമ്മെ ആഹരിപ്പിക്കുകയും കുടിപ്പിക്കുകയും മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാ എന്ന് മാത്രം പറഞ്ഞാലും മതിയാകും. ഓക്കെ. ഇനി നമുക്ക് വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയേണ്ട ദുആയാണ് നോക്കുന്നത്. സുബ്ഹാനല്ലദി സഖറ ലന ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിന ലമുൻഖലിബൂൻ. സുബ്ഹാനല്ലദി സഖറ ലന ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിന ലമുൻഖലിബൂൻ.
ഇതിനെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു പരിശുദ്ധനാകുന്നു. അവൻ കഴിവ് തന്നാലല്ലാതെ ഞങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ലായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് മടക്കപ്പെടേണ്ടവരാകുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇൽമ് വർദ്ധിക്കാൻ, അതായത് അറിവ് വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ദുആയാണ് റബ്ബി സിദിനി ഇൽമൻ. റബ്ബി സിദിനി ഇൽമ. റബ്ബി സിദിനി ഇൽമ. റബ്ബേ, എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ച് നൽകണമേ. അടുത്തത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദുആയാണ് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. അല്ലാഹുവേ, നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ദുആകളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഇത് മനഃപ്പാഠമാക്കി വയ്ക്കുക. ഓരോ സന്ദർഭങ്ങളിൽ അനുയോജ്യമായത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.